ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ രസകരമായൊരു അനുഭവമുണ്ട്. ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച് PC അലക്സാണ്ടർ പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ്. PC അലക്സാണ്ടർ എന്ന നരസിംഹറാവു സർക്കാരിൻ്റെ ഉപദേഷ്ടാവായിരിക്കുന്ന കാലം. അപ്പോൾ നരസിംഹറാവു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ധനമന്ത്രി ആരായിരിക്കണമെന്നൊരു ചോദ്യമുണ്ടാകുന്നു. അന്ന് VP സിംഗൊക്കെ ധനമന്ത്രിയായിരുന്ന സമയത്തുണ്ടാക്കിയിരുന്ന പുല്ലാപ്പും പിന്നീട് എങ്ങനെയാണ് ആ സർക്കാരിനെ മറിച്ചിട്ടതെന്നും ഒക്കെ നന്നായിട്ടറിയാവുന്ന രാജീവ് ഗാന്ധി ഈ ചന്ദ്രശേഖർ സർക്കാരിൻ്റെ കാലത്തെ മുഖ്യ ഉപദേഷ്ടാവായ നമ്മളുടെ ഈ മൻമോഹൻ സിംഗിനോട് വലിയ താല്പര്യമുണ്ടായിരുന്നയാളാണ്. അന്ന് രാജീവ് ഗാന്ധി തന്നെ നിർദ്ദേശിച്ചിരുന്നു നമ്മുടെ രാജ്യത്തെ ഒരു ധനമന്ത്രിയാവാനുള്ള യോഗ്യത ഈ മൻമോഹൻ സിംഗിനുണ്ട് എന്ന്. അങ്ങനെ രാജീവ് ഗാന്ധിയുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ആൾ കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അങ്ങനെ PC അലക്സാണ്ടറിനോട് റാവു ചോദിക്കുന്നു, ആരായിരിക്കണം സാമ്പത്തിക വിഭാഗം കൈകാര്യം ചെയ്യേണ്ടത്? അതിന് ഒരുപാട് പേരുടെ ലിസ്റ്റ് കൊടുത്ത് അതിൽ രാജീവ് ഗാന്ധിയുടെ നോമിനി കൂടിയായിരുന്ന നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെ പേര് നരസിംഹറാവു എടുക്കുന്നു. അങ്ങനെ PC അലക്സാണ്ടർ യാത്ര അയച്ചു ഈ മൻമോഹൻ സിംഗിനെ വിവരം അറിയിക്കാൻ. മൻമോഹൻ സിംഗിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ PC അലക്സാണ്ടർ കാണുന്ന മൻമോഹൻ സിംഗ് കിടന്നുറങ്ങുകയാണ്. അങ്ങനെ കിടന്നുറങ്ങുന്ന മൻമോഹൻ സിംഗിനെ വിളിച്ചുണർത്തിയാണ് താൻ മന്ത്രിപദം കൊടുത്തത് എന്നൊരു കഥ PC അലക്സാണ്ടർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒട്ടേറെ അനുഭവങ്ങൾ ഈ ഡോക്ടർ മൻമോഹൻ സിംഗിനുണ്ട്. അദ്ദേഹം പഞ്ചാബ് സർവകലാശാലയിൽ അധ്യാപകനാകുന്നതിന് മുൻപ് അദ്ദേഹത്തിനൊരു കാലമുണ്ട്. അത് ഗാഹിലെ അദ്ദേഹത്തിൻ്റെ ബാല്യകാലമാണ്. ഇന്നത്തെ പാകിസ്ഥാനിലുള്ള വെസ്റ്റ് പഞ്ചാബിൽ ഉൾപ്പെട്ട ഒരു ചെറിയ കുഗ്രാമമാണ്. വെളിച്ചം കടന്നെത്തിയിട്ടില്ലാത്ത ആ സ്ഥലത്ത് മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ, റാന്തലിൻ്റെ വെളിച്ചത്തിൽ ഇരുന്ന് പഠിച്ചാണ് മൻമോഹൻ സിംഗ് സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് കടക്കുന്നത്. അന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ മണ്ണെണ്ണ വിളക്കിൻ്റെ തിരി ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന പുകയും വെളിച്ചക്കൊത്തിൻ്റെ കുറവും കണ്ണുകളെ ബാധിച്ചിരുന്നു. ആ സമയത്ത് മുതൽ തന്നെ കണ്ണിനുള്ള തുടർച്ചയായിട്ടുള്ള വേദന മൻമോഹൻ സിംഗിനെ അലട്ടിയിരുന്നു. നമ്മളെപ്പോഴും മൻമോഹൻ സിംഗിനെ കാണുമ്പോൾ കട്ടിയുള്ള 2 കണ്ണടകളുമായിട്ടാണ്. അത് തൻ്റെ കുട്ടിക്കാലത്തെ, തൻ്റെ ബാല്യകാലത്തിൻ്റെ ദുരിതം സമ്മാനിച്ചതാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്. ആ ഡോക്ടർ മൻമോഹൻ സിംഗ് ആ കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ ആരും കരുതിയിരുന്നില്ല അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാവുന്നു. അച്ഛൻ പോലും കരുതിയിരുന്നത് അദ്ദേഹം ഇതൊരു ഡോക്ടറായി കാണും എന്നാണ്. അദ്ദേഹത്തെ ഡോക്ടർ പഠനത്തിന് അയക്കുകയാണ് ആദ്യം ചെയ്യുന്നത് അച്ഛൻ ജോലി ചെയ്തിരുന്നത് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു ക്ലർക്കായിട്ടാണ്. അതുകൊണ്ട് എപ്പോഴും ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കീശയിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കാണും. അതിൽ അണ്ടിപ്പരിപ്പുണ്ടാവും, കുറച്ച് ബദാം ഉണ്ടാവും, കുറച്ച് ഉണക്കമുന്തിരി ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഈ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കുപ്പായത്തിൽ കൈയിട്ടുകൊണ്ടാണ് കുട്ടികൾ, അന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് അല്ല, മൻമോഹൻ്റെ കുപ്പായത്തിൽ കൈയിട്ടുകൊണ്ടാണ് കുട്ടികൾ നടക്കുക. കാര്യം അതിൽ നിന്ന് കൈയിട്ടാൽ എന്തെങ്കിലും കിട്ടും. അപ്പോൾ സ്ഥിരം പോക്കറ്റടിക്ക് വിധേയനായിരുന്നു മൻമോഹൻ സിംഗ് എന്നുള്ളൊരു ബാല്യകാല ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൗതുകകരമായ ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഗ്രാമം പിന്നീട് വിഭജനാനന്തരം പാകിസ്ഥാനിലേക്കായി. അതിനുശേഷം ആ ഗ്രാമത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ, എങ്ങനെയാണോ MTക്ക് കൂടല്ലൂരിനെ കുറിച്ച് സ്വപ്നങ്ങൾ ഉണ്ടാവുന്നത്, അതുപോലെ ഗാഹ് എന്ന ഗ്രാമത്തെക്കുറിച്ച് മൻമോഹൻ സിംഗിന് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും പറയാൻ ഒരുപാട് കഥകളും ഉണ്ടായിരുന്നു. അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷേ ആ ഗ്രാമത്തിലേക്ക് പിന്നീട് 2 തവണ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. ആ ഗാഹിൻ്റെ ഒരു മനോഹരമായ ചിത്രം മൻമോഹൻ സിംഗിൻ്റെ വീട്ടിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അത് ആര് നൽകിയതാണെന്നറിയാമോ? അത് പർവേസ് മുഷറഫ് എന്ന അന്ന് പാകിസ്ഥാൻ പ്രസിഡൻ്റ് ആയിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം സന്ദർശിക്കുന്ന സമയത്ത് ഗാഹ് എന്ന അന്നത്തെ പാകിസ്ഥാനിലുള്ള മൻമോഹൻ സിംഗ് അന്ന് ജനിച്ച ഗ്രാമത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് എന്നാണ് ഒരു സംഭവം പറയുന്നത്. അങ്ങനെ ഒരുപാട് അനുഭവ കഥകളുണ്ട്. മൻമോഹൻ സിംഗിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ വിമർശനം അദ്ദേഹം ടെക്നോക്രാറ്റായ രാഷ്ട്രീയ ബോധ്യമില്ലാത്ത നേതാവാണ് എന്നാണ്. അദ്ദേഹത്തിന് മാധ്യമോപദേശകൻ സഞ്ജയ് ബാബു പറയുന്നത് അദ്ദേഹം ഒരു ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്ററാണ്. ശരിയാണ്, 2004 സോണിയാഗാന്ധി തന്നെ പ്രധാനമന്ത്രിയാകുമെന്ന് നമ്മളെല്ലാവരും നിരീക്ഷിച്ചു. എന്നാൽ മൻമോഹൻ സിംഗിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ആ സമയത്ത് മൻമോഹൻ സിംഗിൻ്റെ തിരഞ്ഞെടുപ്പ് യുക്തിപൂർവവും രാഷ്ട്രീയ വിവേകത്തോടു കൂടിയുമുള്ളതാണെന്ന് പിൽക്കാലത്തെ ചരിത്രം തെളിയിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് 33 വർഷത്തിന് ശേഷം മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ നിന്ന് വിടവാങ്ങുന്നത്. അതിനു മുൻപ് ഓഗസ്റ്റ് മാസത്തിൽ വീൽചെയറിൽ അദ്ദേഹം പാർലമെൻറ്റിലെത്തിയ ദൃശ്യങ്ങൾ വലിയ ചർച്ചയായിരുന്നു. ദില്ലി സർവീസസ് ബില്ലിന്മേലുള്ള വോട്ടെടുപ്പിൽ പങ്കെടുക്കാനാണ് എത്തിയത്. തൻ്റെ രാഷ്ട്രീയ പ്രതിബദ്ധത എന്താണ് എന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് തെളിയിച്ചൊരു അവസരം കൂടിയായിരുന്നു. തൻ്റെ ഒരു വോട്ട് കൊണ്ട് ഭൂരിപക്ഷത്തിൽ ഒരു മാറ്റവും വരില്ല എന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. എങ്കിലും പാർലമെന്റേറിയൻ എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഡോക്ടർ മൻമോഹൻ സിംഗ് എത്തിയതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അഭിനന്ദിക്കുന്നതും നമ്മളന്ന് കണ്ടിരുന്നു. വീൽചെയറിൽ അദ്ദേഹത്തിൻ്റെ വോട്ട് ഒരു മാറ്റവും വരുത്തില്ല എന്ന് ഉറപ്പുണ്ടാകുമ്പോഴും ഒരു പാർലമെന്റേറിയനായി ഇത് തൻ്റെ കടമയാണ് എന്ന ബോധ്യത്തോടു കൂടി വോട്ട് ചെയ്യാനെത്തിയ ഡോക്ടർ മൻമോഹൻ സിംഗ്.